കാൾ മാർക്സിനെക്കുറിച്ചോ മാർക്സിസത്തിനെക്കുറിച്ചോ ഒരു പുതിയ പുസ്തകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുതുതായി എന്താണ് മാർക്സിനെക്കുറിച്ച് പറയാനുള്ളത് എന്നൊരു സംശയം മാർക്സിസത്തെ അനുകൂലിക്കുന്നവരുടെ മനസ്സിൽ പോലും ഉണ്ടാകുന്ന രീതിയിൽ മാർക്സിനെക്കുറിച്ച് സാഹിത്യം ലഭ്യമാണ്. അപ്പോൾ നരവംശാസ്ത്ര കുറിപ്പുകളിലെ കാറൽ മാർക്സ് എന്ന പേരിലൊരു പുസ്തകം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഗതാനുഗതികത്വത്തിൻ്റെ ഭാഗമായി മാർക്സിനെക്കുറിച്ച് എഴുതപ്പെട്ട മറ്റൊരു പുസ്തകം എന്ന് ധരിക്കാനിടയുണ്ട്. ആമുഖമായി തന്നെ ഞാൻ പറയുകയാണ്, അങ്ങനെയല്ല. ഈ പുസ്തകം സമഗ്രമായ രീതിയിൽ മാർക്സിസത്തെ പുനഃപരിശോധിക്കുന്നതിന് സഹായകമായ നിലപാടുകൾ അവസാന കാലത്ത് മാർക്സ് എടുത്തിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ, അടയാളമുദ്രകൾ ഉള്ള പുസ്തകം എന്ന രീതിയിലാണ് ഞാനിത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത് എഴുതുമ്പോൾ പ്രധാനമായിട്ടും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അടിസ്ഥാനപരമായി മാർക്സിസത്തെ മനസ്സിലാക്കുന്നതിന് സഹായകമായ നിരവധി പുതിയ ചിന്തകൾ മാർക്സിൻ്റെ നരവംശാസ്ത്ര കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളത് പൊതുവിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാർക്സ് ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ സാഹസികമായ ധൈഷണിക ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. ആ അതിസാഹസികം എന്ന് തന്നെ പറയാവുന്ന ഒരു ധൈഷണിക രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മാർക്സിനെ പോലെയുള്ള ഒരു പ്രതിഭാശാലി തൻ്റെ തന്നെ അതുവരെയുള്ള ചിന്തകളെ പുനർമൂല്യനിർണ്ണയം ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു വശമാണ്. ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ അദ്ദേഹം എഴുതുന്നത് 1881-82 കാലഘട്ടത്തിലാണ്. 1883 അദ്ദേഹം മരിച്ചുപോയി എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള രചനകളാണ് ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ എന്ന് പറയുന്നത്. നരവംശാസ്ത്ര കുറിപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, സവിശേഷത എന്ന് പറയുന്നത് ആ കുറിപ്പുകളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങൾ അദ്ദേഹം ദസ് ക്യാപിറ്റൽ എഴുതുന്ന കാലത്ത്, മൂലധനം എഴുതുന്ന കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അതായത് മൂലധനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മാഗ്നം ഓപ്പസ് എന്ന് നമുക്ക് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനം. മൂലധനം എന്ന് പറയുന്നത് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിൻ്റെ, പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ വിമർശനമാണ്. ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ തന്നെ. അപ്പോൾ അങ്ങനെ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ നിരന്തരം 50 മുതൽ നിരന്തരം അദ്ദേഹം ഏർപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധൈഷണിക പ്രക്രിയ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനമാണ്. നരവംശാസ്ത്രമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ ചരിത്രമോ ഒന്നും തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ, അതായത് മൂർത്ത ചരിത്രം, അത് നേരിട്ടുള്ള പരിഗണനയിൽ വന്നിരുന്നില്ല. എന്നാൽ 1870-കളിൽ അദ്ദേഹത്തിൻ്റെ വായനയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ വായനയിലുണ്ടായൊരു മാറ്റം അടയാളപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും ചരിത്ര പുസ്തകങ്ങളും നരവംശാസ്ത്ര പുസ്തകങ്ങളുമാണ് ഈ കാലഘട്ടത്തിൽ മാർക്സ് വായിക്കുന്നത്. അതിൽ പലതും മാർക്സ് ദാസ് ക്യാപിറ്റൽ എഴുതുന്ന കാലത്ത് ലഭ്യമല്ലാതിരുന്ന, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാതിരുന്ന പുസ്തകങ്ങളാണ്, പുതിയ പുസ്തകങ്ങളാണ്. അതായത് ആ ദശാബ്ദത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങളാണ് അദ്ദേഹം വായിക്കുന്നതും കുറിപ്പുകൾ എഴുതുന്നതും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അതിൽ തന്നെ അദ്ദേഹം ലൂയി മോർഗൻ്റെ ഏൻഷ്യൻ സൊസൈറ്റി എന്നുള്ള പുസ്തകം, മെയിൻ്റെ ഇന്ത്യയെ പറ്റിയുള്ളൊരു പുസ്തകം, ലബോക്കിൻ്റെ ഒരു പുസ്തകം, ജോൺ ഫിയറിൻ്റെ ഒരു പുസ്തകം, ഇങ്ങനെ 4 പുസ്തകങ്ങളിൽ പ്രധാനമായിട്ടും ഇതിൽ മോർഗൻ്റെത് നോർത്ത് അമേരിക്കൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു പുസ്തകമാണെങ്കിൽ മറ്റ് 3 ഏഷ്യൻ കോണ്ടെക്സ്റ്റിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ഏഷ്യൻ കോണ്ടെക്സ്റ്റിലുള്ള പുസ്തകവും അമേരിക്കൻ കോണ്ടെക്സ്റ്റിലുള്ള പുസ്തകവും ഒക്കെ വായിച്ച്, നരവംശാസ്ത്രപരമായ കൃതികൾ വായിച്ച് നരവംശാസ്ത്രത്തെ വിമർശനാത്മകമായി മാർക്സിസത്തിൻ്റെ ചിന്താ പദ്ധതിയിലേക്ക് സ്വാംശീകരിക്കാൻ മാർക്സ് ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് ഈ കുറിപ്പുകളിൽ പതിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുറിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. പിന്നെ രണ്ടാമതായി ഏറ്റവും പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ പുസ്തകത്തിലെ കുറിപ്പുകളിൽ തൻ്റെ ചില പൂർവ്വകാല നിലപാടുകൾ, കാരണം പൂർവ്വകാല നിലപാടുകൾ അദ്ദേഹം പ്രധാനമായിട്ടും തത്വചിന്താ വിമർശനത്തിലൂടെയും രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനത്തിലൂടെയും രൂപം കൊടുത്തതാണ്. അദ്ദേഹം അത്തരത്തിൽ നേരിട്ടുള്ള ഒരു ചരിത്ര പുസ്തകങ്ങളുടെയോ അല്ലെങ്കിൽ നരവംശാസ്ത്ര പുസ്തകങ്ങളുടെയോ സാമൂഹിക ശാസ്ത്ര പുസ്തകങ്ങളുടെയോ വിമർശനം എന്നുള്ള രീതിയിലല്ല അദ്ദേഹം തൻ്റെ ചിന്താ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത് അതുവരെയുള്ള കാലഘട്ടത്തിൽ. അതിൽ നിന്നും മാറി നരവംശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടും മൂർത്തമായ ചരിത്രം പരിശോധിക്കുന്നത് കൊണ്ടും മാർക്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില നേട്ടങ്ങളുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ എഴുതുന്നത്. ആ നരവംശാസ്ത്ര കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. അതിൻ്റെ വിശദമായ പശ്ചാത്തലം ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ 1873 ഇത് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളത് പ്രധാനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങൾ ചിലതെല്ലാം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടു, ചില പുസ്തകങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിനും ഇപ്പോൾ മൂലധനത്തിൻ്റെ തന്നെ 2-3
വോളിയങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടതല്ല. അതുപോലെ തന്നെ ക്രിട്ടിക് ഓഫ് ഗോദ പ്രോഗ്രാം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടതല്ല. അത് അന്ന് ആദ്യമായി മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പരിപാടിയെ മാർക്സ് തന്നെ വിമർശിക്കുന്ന പുസ്തകമാണ് ക്രിട്ടിക് ഓഫ് ഗോദ പ്രോഗ്രാം. അങ്ങനെയുള്ള ധീരനായൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി തന്നെ എടുത്ത നിലപാടുകൾ അദ്ദേഹം പറയുന്നത് ഞാനുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതിനകത്ത് ലാസല്ലയുടെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രമാണ് നിങ്ങൾ മാർക്സമാണ് തെറ്റിദ്ധരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിലെഴുതുന്നത്, ക്രിട്ടിക് ഓഫ് ഗോദ പ്രോഗ്രാമിൽ എഴുതുന്നത്. സ്വാഭാവികമായി അത് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജർമ്മൻ പ്രത്യയശാസ്ത്രം, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് 1844 എഴുതിയത്, പിന്നെ ഗുന്ദ്രസെ എന്ന് പറയുന്ന രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര കുറിപ്പുകൾ, ഇതൊക്കെ തന്നെ 20-ാം നൂറ്റാണ്ടിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് വിവിധ ഘട്ടങ്ങളിലായിട്ട്. 1844 മാനുസ്ക്രിപ്റ്റ്സ് 30കളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ജർമ്മൻ പ്രത്യയശാസ്ത്രം അതിനുശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഗുന്ദ്രസ് അതിനുശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇതൊക്കെ ചില കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഈ 1973 നരവംശാസ്ത്ര കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ലോകമാകമാനം തന്നെ ഉയർന്നു വന്നിരുന്ന നവസാമൂഹികതയുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നതാണ് മാർക്സിൻ്റെ നരവംശാസ്ത്ര കുറിപ്പുകൾ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൂടിയാണ്. കാരണം ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ അദ്ദേഹം ജെൻഡറിനെക്കുറിച്ച്, അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തെക്കുറിച്ച്, ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് എല്ലാം വളരെ വ്യത്യസ്തവും ശക്തവുമായ പുതിയ നിലപാടുകൾ എടുക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള നിലപാട് നമ്മൾ സ്വാഭാവികമായിട്ടും 1850കളിൽ മാർക്സ് എഴുതിയ ലേഖനങ്ങളെ മാത്രം ആശ്രയിച്ചാണ് മാർക്സിൻ്റെ ഇന്ത്യ ഏഷ്യാറ്റിക് സമൂഹമാണെന്നും ഇത് ചലനാത്മകമല്ലാത്ത വില്ലേജ് റിപ്പബ്ലിക്കുകളാണെന്നും ഇവിടെ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം ആണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ആ കാലഘട്ടത്തിലാണ്. അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുമാറി. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മൂലധനത്തിൻ്റെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് ഈ കൊളോണിയലിസത്തിലൂടെ ഏഷ്യൻ ഡെസ്പോട്ടിസത്തെ തകർക്കുകയും ഏഷ്യൻ വില്ലേജ് റിപ്പബ്ലിക്കിൻ്റെ ചലനാത്മകതയെ തിരിച്ചു പിടിക്കുകയും ചെയ്യുക, ചലനാത്മകത കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പുരോഗമനപരമായ ഒരു റോളുണ്ട് മൂലധനത്തിന് എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ നരവംശാസ്ത്ര കുറിപ്പുകളുടെ കാലമാകുമ്പോഴത്തേക്ക് അദ്ദേഹം അത്തരത്തിലുള്ള യാതൊരു പുരോഗമനപരമായ പങ്കും ചരിത്രത്തിൽ മുതലാളിത്തത്തിന് വഹിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം അത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഇതിൽ. അതായത് അദ്ദേഹം പറയുന്ന അതിന് സൈദ്ധാന്തികമായ കാരണമുണ്ട്. അതിൻ്റെ സൈദ്ധാന്തികമായ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ, ഈ നരവംശാസ്ത്ര പുസ്തകങ്ങൾ പഠിക്കുകയും ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹ്യ സംഘാടനത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നേടുകയും ആ ഉൾക്കാഴ്ച അദ്ദേഹം സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചരിത്രത്തെ വൈരുദ്ധ്യാത്മകമായി പഠിക്കുന്നതിനുള്ള ഉപാധിയായി മാറ്റുകയും ചെയ്തതിലൂടെയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ചലനാത്മകമായൊരു സമൂഹമല്ല നിലനിന്നിരുന്നതെന്നുള്ള തൻ്റെ പൂർവ്വധാരണ മാറ്റുകയും മറിച്ച് അതിനുള്ളിലെ ഇൻറ്റേർണൽ ഡൈനാമിക്സ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഈ വിപ്ലവത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം തന്നെ അദ്ദേഹം ഇതിലൂടെ മാറ്റുന്നുണ്ട്. അതിലേറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഈ വേരാ സസൂലിച്ച് എന്ന് പറഞ്ഞിട്ട് റഷ്യയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തക ഉണ്ടായിരുന്നു. ആ റഷ്യയിലെ രാഷ്ട്രീയ പ്രവർത്തക യഥാർത്ഥത്തിൽ അവർ അനാർക്കിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ടായിരുന്നു അവർക്ക് ആദ്യകാലത്ത് ബന്ധം. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഈ അനാർക്കിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവരൊരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ അവർ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, റഷ്യൻ വിപ്ലവത്തിൻ്റെ പാതയെക്കുറിച്ച് ഇവിടെ ആക്ടിവിസ്റ്റുകൾക്കിടയിൽ വലിയ കൺഫ്യൂഷനുണ്ട്. അവരിൽ നിങ്ങളുടെ മാർക്സിസ്റ്റ് നിലപാടുകൾ കൈക്കൊള്ളുന്നു എന്ന് പറയുന്നവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, മുതലാളിത്ത വിപ്ലവം നടന്നെങ്കിൽ മാത്രമേ സോഷ്യൽ വിപ്ലവം നടക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ ചുറ്റും നോക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം പൊതു ഉടമസ്ഥതയുള്ള കമ്മ്യൂണുകളൊക്കെ ഉണ്ട്. ഈ കമ്മ്യൂണുകളെ ഇങ്ങനെ മുതലാളിത്ത ഉടമസ്ഥതയിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ പിന്നീട് സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അത് അങ്ങനെയാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് താങ്കളുടെ അനുയായികൾ ഇവിടെ പറയുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് മാർക്സ് ഒരു മറുപടി എഴുതുന്നുണ്ട്. മാർക്സ് മറുപടി എഴുതുന്നത് ആകാശത്തു നിന്നൊരു മറുപടി എഴുതുകയല്ല, മറിച്ച് അദ്ദേഹം ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ മുഴുവൻ വായിച്ച് പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പുതുക്കിയ തൻ്റെ നിലപാടാണ് അദ്ദേഹം വേരാ സസൂലിച്ചിനുള്ള മറുപടിയിൽ എഴുതുന്നത്. അതുകൊണ്ട് വേരാ സസൂലിച്ചിൻ്റെ മറുപടി ആകാശത്തു നിന്ന് പൊട്ടി വീണ ഒന്നല്ല. അതിൻ്റെ പിന്നിൽ ഈ ദീർഘകാലത്തെ നരവംശാസ്ത്ര പഠനങ്ങളുണ്ട്. കാരണം ആദ്യം അദ്ദേഹം 4500 വാക്കുകളുള്ള ഒരു കരട് മറുപടിയാണ് തയ്യാറാക്കുന്നത്. അയക്കുന്നത് 350 വാക്കുകളുള്ള ഒരു മറുപടിയാണെങ്കിലും 4500 വാക്കുകളുള്ള ഒരു കരട് മറുപടി അത് ആ കരട് മറുപടി നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. ഇപ്പോഴും മാർക്സിസ്റ്റ് ഇൻ്റർനെറ്റ് ആർക്കീവ്സിൽ ആ കരട് മറുപടി 4 കരട് മറുപടികൾ അദ്ദേഹം തയ്യാറാക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വിശദമായിട്ട് ഈ മോർഗൻ്റെയും അതുപോലെ തന്നെ ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ്: എൻ്റെ മൂലധനം എന്ന് പറയുന്ന കൃതിയിലോ മറ്റെവിടെയെങ്കിലുമോ
ലോകം അനിവാര്യമായും മുതലാളിത്ത വികാസത്തിലൂടെ കടന്നു പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് വിപ്ലവത്തിൻ്റെ മാനദണ്ഡമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റഷ്യയിലോ മറ്റു പ്രദേശങ്ങളിലോ ഇങ്ങനെ അല്ലാതെ വിപ്ലവം നടന്നുകൂടാ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നത്തിങ് ഇൻ വാട്ട് ഐ റോട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിങ്ങനൊരു സൂചനയില്ല എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇംഗ്ലണ്ടിൽ മുതലാളിത്ത വികാസം ഉണ്ടായതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഫ്രാൻസിലും ജർമ്മനിയിലും ഒരിക്കലും അതുപോലെ ആകണമെന്നില്ല എന്ന് മാത്രമല്ല, ഏഷ്യയിൽ ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ല എന്ന് മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് റഷ്യയിലെ ഏറ്റവും ഐഡിയലായിട്ടുള്ളത്, ഏറ്റവും ആദർശപരമായി റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ കമ്മ്യൂണുകളെ നേരിട്ട് സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയുള്ളവയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഒരിക്കലും മുതലാളിത്ത വികസനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇത് അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം ഈ ഇറുഗ്വയ് പോലെയുള്ള ഗോത്ര സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ജനാധിപത്യ വ്യവസ്ഥ മുതലാളിത്തം കൊണ്ടുവന്ന ജനാധിപത്യ വ്യവസ്ഥയേക്കാൾ ഉദാത്തമായിരുന്നു എന്നുള്ള നരവംശാസ്ത്രക്കുറിപ്പുകളുടെ പഠനത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള, അതായത് ചരിത്രത്തെക്കുറിച്ചുള്ള ഭൗതികവാദപരമായ തൻ്റെ കാഴ്ചപ്പാടാണ് മാർക്സ് മാറ്റുന്നത്. ആ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന രീതിശാസ്ത്രമല്ല. രീതിശാസ്ത്രം വൈരുദ്ധ്യവാദം തന്നെയാണ് അദ്ദേഹം രീതിശാസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ വൈരുദ്ധ്യവാദം രീതിശാസ്ത്രമായിട്ട് ഉപയോഗിക്കുമ്പോഴും അതുപയോഗിച്ച് എത്തുന്ന നിഗമനങ്ങൾക്ക് ഈ പുതിയ അറിവുകൾ അദ്ദേഹം അതിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ചരിത്രപരമായ ഭൗതികവാദം എന്നൊക്കെ പറയുന്നത് അനുക്ഷണ വികസ്വര സാധ്യതയുള്ള ഒരു സമീപന രീതിയാണ് എന്ന് പറയുന്നത്. അത് ഡോഗ്മാറ്റിക് ആക്കരുത് എന്നുള്ളതിനാണ്. അങ്ങനെ ഡോഗ്മാറ്റിക് ആക്കാതെ അല്ലെങ്കിൽ ഡോഗ്മാറ്റിക് ആയി ഉപയോഗിക്കാതെ ചരിത്രപരമായ ഭൗതികവാദം ഡീപ്ലോയ് ചെയ്തുകൊണ്ടാണ് മാർക്സ് ഈ പുതിയ നിഗമനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ലോകത്ത് എവിടെയാണെങ്കിൽ തന്നെയും ഈ പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി എന്ന് പറയുന്ന ധാരാളം പ്രദേശങ്ങളിലുണ്ട്. ഈ പൊതു ഉടമസ്ഥതയെ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയായി മാറ്റാൻ സാധിക്കും. അതിന് രക്തരൂഷിതമായ വിപ്ലവത്തിൻ്റെ ആവശ്യമൊന്നും എപ്പോഴും ഇല്ല. അത് ഇതിനെ ഡോഗ്മാറ്റിക്കായിട്ട് കാണുമ്പോൾ മാത്രമാണ് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്ന രീതിയിലുള്ള ഒരു രേഖീയമായ അനുക്രമണിക ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം നരവംശാസ്ത്ര കുറിപ്പുകളിലും അതുപോലെ തന്നെ വേര സൊസ്യലോവിച്ചുള്ള മറുപടിയിലും മിഖ്ലോയുസ്കി എന്ന് പറയുന്ന വേറൊരാൾക്കുള്ള മറുപടിയിലും ഒക്കെ ആ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. അതായത് 1870 എന്ന് പറയുന്നത് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്സ് അതിന് മുൻപ് രൂപീകരിച്ച ചിന്തകൾ പലപ്പോഴും അതിൻ്റെ സങ്കീർണത കൊണ്ടാവാം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് മാർക്സ് മനസ്സിലാക്കുന്നൊരു ദശാബ്ദം കൂടിയാണ്. അതാണ് യാന്ത്രികമായി മാത്രമേ താൻ മനസ്സിലാക്കപ്പെടുന്നുള്ളൂ എന്ന് മാർക്സിന് സ്വയം മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വേറിട്ട ഉദാഹരണങ്ങളിലൂടെ, വേറിട്ട സൈദ്ധാന്തിക പരികൽപ്പനകളിലൂടെ അതിനെ പുനർനിർവചിക്കാൻ ശ്രമിക്കുകയാണ് 1870 അദ്ദേഹം ചെയ്യുന്നത്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തെ ആദ്യമായി അവതർമ്മിക്കുന്ന ആധുനിക ചിന്തകൻ മാർക്സാണ്. കാരണം കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം പറയും ഇതിനകത്ത് സ്ലേവറിയും ഉണ്ട്, സെർഫ്ഡവും ഉണ്ടെന്നാണ്. സ്ലേവറിയും ഉണ്ട്, സെർഫ്ഡവും ഉണ്ട് കുടുംബം എന്ന് പറയുന്നതിൽ. കുടുംബം എന്ന് പറയുന്ന വാക്ക് ഈ ഫാമിലസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. അത് വീട്ടടിമ എന്ന അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ ഈ കുടുംബനാഥൻ എന്ന് പറയുന്നയാൾ യഥാർത്ഥത്തിൽ ഈ അടിമകളുടെയും മൃഗങ്ങളുടെയും എല്ലാം ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഗൃഹനാഥൻ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ ഫാമിലി എന്ന് പറയുന്ന വാക്ക് തന്നെ വരുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഭരണകൂടം എന്ന് പറയുന്ന സങ്കല്പം ഈ ഫാമിലി എന്ന് പറയുന്ന സങ്കല്പത്തിൽ അന്തർലീനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് ഈ ഫാമിലിയിൽ നിന്ന് ഭരണകൂടം ഉണ്ടാകുന്നത് തന്നെ അങ്ങനെയാണ്. അല്ലാതെ വളരെ നിസ്സാരമായി രേഖീയമായിട്ടുള്ള ഒരു വളർച്ചയല്ല അത് ഇതിനുള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പുതിയ ചിന്തകളാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നത്. അത് സ്ത്രീ വിമോചന ചിന്തകർ നേരിട്ട് ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ റയാ ദുനയോസ്കെ പോലെ വളരെ ചുരുക്കം ചില വനിതാ തത്വചിന്തകർ മാത്രമേ അതിനെപ്പറ്റി കൂടുതലായ ഉപരിചിന്തനത്തിന് തയ്യാറായിട്ടുള്ളൂ. ഫെഡറിച്ചിയെ പോലുള്ളവർ തയ്യാറായിട്ടില്ല. ഫെഡറിച്ചിയുടെ ഈ അടുത്ത കാലത്തും ഞാൻ ഫെഡറിച്ചിയുടെ ഒരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ മാർക്സിൻ്റെ ഫെമിനിസ്റ്റ് നിലപാടുകളെ ധാരാളമായി വിമർശിച്ചിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് ചിന്തകയാണ് ഫെഡറിച്ചി. ദാസ് ക്യാപിറ്റലിൽ ഒക്കെയുള്ള മാർക്സിൻ്റെ സമീപനത്തിൽ ഫെമിനിസത്തിൻ്റെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികൾ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഫെഡറിച്ചി. പക്ഷേ ഫെഡറിച്ചി ഈ നരവംശാസ്ത്രക്കുറിപ്പുകൾ വായിച്ചിട്ടില്ല എന്നുള്ളതിന് നമുക്ക് തെളിവുണ്ട്. ഈ 2022 ഇറങ്ങിയ അവരുടെ പുസ്തകത്തിലും ഒരു ഫുട്നോട്ടായിട്ട് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാട് മാർക്സ് നരവംശാസ്ത്രക്കുറിപ്പുകൾ എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് എന്നാണ്. അതായത് അവർ നേരിട്ട് വായിച്ചിട്ടില്ലെന്നർത്ഥം. അക്കാഡമിക്സിൽ ഇരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വായിച്ചതിന് ശേഷം വേണമല്ലോ ഒരു നിഗമനത്തിലെത്താൻ. ആ നിഗമനത്തിന് പോലും ഈ സോക്കോൾഡ് മാർക്സിസ്റ്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മറ്റു മാർക്സിസ്റ്റുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആ സമയത്ത് റയാ ദനയോസ്കെ പോലെയുള്ളവർ നേരത്തെ തന്നെ ഇതിൻ്റെ പ്രാധാന്യം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കുലം
ത്തിനെ സെൻറ്റർ ചെയ്താണ് ലൂയി മോർഗനും അതുപോലെ തന്നെ ഏംഗൽസും ഒക്കെ കുടുംബത്തിൻ്റെ ഈ നിന്ന് ഭരണകൂടം ഉത്ഭവിക്കുന്നതിനെ പറ്റിയുള്ള നിലപാട് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മോർഗനെ ആണെങ്കിലും സ്വാംശീകരിക്കുമ്പോൾ വിമർശനാത്മകമായിട്ടാണ് മാർക്സ് സ്വാംശീകരിക്കുന്നത്, അല്ലാതെ മോർഗനെ വെറുതെ സ്വീകരിക്കുകയല്ല. ഏംഗൽസ് അങ്ങനെയാണ് ചെയ്തത്. ഏംഗൽസിൻ്റെ കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്ന് പറയുന്ന പുസ്തകം മോർഗനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മോർഗൻ അമേരിക്കയിൽ സ്വതന്ത്രമായിട്ട് മാർക്സിൻ്റെ ചിന്താഗതി വികസിപ്പിച്ച ആളാണ് എന്നൊക്കെ ഏംഗൽസ് പുകഴ്ത്തുന്നുണ്ട്. അതൊന്നും ശരിയല്ല. കാരണം അത് മോർഗൻ്റെ പുസ്തകം നേരിട്ട് വായിക്കാത്തവർക്ക് മാത്രമേ അത് ശരിയാണെന്ന് തോന്നുകയുള്ളൂ. മോർഗൻ്റെ പുസ്തകം, ഇപ്പോൾ ഈ പുസ്തകം എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മാർക്സിൻ്റെ കുറിപ്പുകൾ മാത്രമല്ല, മാർക്സിൻ്റെ കുറിപ്പുകൾക്ക് ആധാരമായ ആ മൂലകൃതികൾ, ഇപ്പോൾ മെയിൻ്റെ കൃതിയാണെങ്കിലും ലബോക്കിൻ്റെ കൃതിയാണെങ്കിലും മോർഗൻ്റെ കൃതിയാണെങ്കിലും ഫിയറിൻ്റെ കൃതിയാണെങ്കിലും കോവലോസ്കിയുടെ പുസ്തകമാണെങ്കിലും ഒക്കെ വായിക്കുകയുണ്ടായി. ആ പുസ്തകങ്ങളും കൂടി വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ആ പുസ്തകങ്ങളും കൂടി ചർച്ച ചെയ്യുന്നുണ്ട് എൻ്റെ പുസ്തകത്തിൽ. എന്താണ് മാർക്സ് അവരുമായി സംവദിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു സൂക്ഷ്മമായ വിവരണം ഈ പുസ്തകത്തിൽ ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മോർഗനെ യഥാർത്ഥത്തിൽ മാർക്സ് മനസ്സിലാക്കിയതിൻ്റെ മുഴുവൻ രീതിയിലല്ല ഏംഗൽസ് ചിത്രീകരിച്ചിട്ടുള്ളത്. വളരെ ഭാഗികമായ ഒരു വീക്ഷണം മാത്രമാണ് ഏംഗൽസ് ഈ കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്നുള്ള പുസ്തകത്തിൽ നൽകുന്നത്. യഥാർത്ഥത്തിൽ ഈ കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്നുള്ള ഈ ടൈറ്റിൽ വരുന്നത് മാർക്സിൻ്റെ നരവംശാസ്ത്ര കുറിപ്പുകളിൽ നിന്നാണ്. അതായത് മോർഗൻ്റെ പുസ്തകത്തിൽ ആദ്യം ഗവൺമെൻറ്റാണ്, ഭരണകൂടമാണ്. ഭരണകൂടം സ്വകാര്യ സ്വത്ത് കുടുംബം എന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഇത് മാർക്സ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ തിരിച്ചാണ് ഇടുന്നത്. അതായത് കുറിപ്പ് എഴുതുന്നത് തന്നെ ആദ്യം കുടുംബം എന്നാണ്. കുടുംബം സ്വകാര്യ സ്വത്ത് ഭരണകൂടം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനെ മാറ്റുന്നുണ്ട്. ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഏംഗൽസ് തൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിലായിട്ട് പോലും എടുത്തത്. ആ ടൈറ്റിൽ ആ അർത്ഥത്തിൽ മാർക്സിനോട് കടപ്പെട്ടിരിക്കുന്നു. മാർക്സിൻ്റെ മോർഗൻ വിമർശനത്തിൽ നിന്നാണ് ഈ ടൈറ്റിൽ വരുന്നത്. ആദ്യം കുടുംബം, പിന്നെ സ്വകാര്യ സ്വത്ത്, പിന്നെ ഭരണകൂടം എന്നുള്ള രീതിയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്സ് എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ഒരു നിഗമനം, ഈ കുലം രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ, ക്ലാൻസ് രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ഈ സ്ത്രീകളെ അടിമത്തത്തിലേക്ക് നയിച്ച ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അത് വളരെ റാഡിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ കുലം എന്ന് പറയുന്ന ഇതുണ്ടാകുന്നതിന് മുമ്പ്, അതായത് സാമൂഹിക സംഘാടനത്തിൻ്റെ ഉയർന്ന രൂപങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡിവിഷൻ ഓഫ് ലേബർ മാറ്റുന്നതിന് കേവലം സാമൂഹ്യ വ്യവസ്ഥ മാത്രം മാറ്റിയാൽ പോരാ. സാമൂഹ്യ വ്യവസ്ഥ മാറുന്നതുകൊണ്ട് മാത്രം മാറുന്ന ഒന്നല്ല, ഇതിനായി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന സൂചനയാണ് മാർക്സ് അതിൽ കൂടി നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട കാലം മുതൽ തന്നെ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ വരികയും ആ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ സ്ത്രീകളെ ദോഷമായി ബാധിക്കുകയും ചരിത്രപരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ ഇപ്പോൾ ഏംഗൽസ് പറയുന്നത് പോലെ സ്ത്രീകളുടെ ചരിത്രപരമായ പരാജയം, അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഹിസ്റ്റോറിക്കൽ ഡിഫീറ്റ് ഓഫ് ദി ഫിമെയിൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രയോഗം മാർക്സ് നടത്തുന്നില്ല. മാർക്സിൻ്റെ ഒരു ചരിത്രഗതിയെയാണ് വിശദീകരിക്കുന്നത്. അപ്പം ഈ ഏംഗൽസിൻ്റെ പുസ്തകം വായിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് മാർക്സിസം പരതുക എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ, എല്ലാ സന്ദർഭങ്ങളിലുമാണെന്ന് ഞാൻ പറയുന്നില്ല, ചില സന്ദർഭങ്ങളിൽ വളരെ പരിമിതപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. അത് നമുക്കൊരിക്കലും പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റില്ല. സൈദ്ധാന്തികമായി പരിമിതികളുള്ള ഒന്നാണ് മാർക്സിനെ ഏംഗൽസിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത്. ഏംഗൽസിനെ ഏംഗൽസിൽ നിന്ന് കണ്ടെത്തുക, മാർക്സിനെ വേറെ വ്യത്യസ്തമായി തന്നെ കണ്ടെത്തുക. അവർ ഒരുമിച്ച് എഴുതിയ പുസ്തകങ്ങൾ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ അല്ലാത്ത പുസ്തകങ്ങളിൽ മാർക്സിനെ പരതുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായ നിലപാടുകളായിട്ട് എംഗൽസിസം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. മാർക്സിസത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അത്. അപ്പോൾ ഈ തരത്തിൽ കുടുംബം എന്ന് പറയുന്ന ആ സംവിധാനത്തെ ആദ്യമായി അപനിർമ്മിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ആധുനിക ചിന്തകൻ മാർക്സാണ്. അത് ഈ നരവംശാസ്ത്ര കുറിപ്പുകളിലാണ് ചെയ്യുന്നത്. പിന്നെ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇറുഗ്വായ് കോൺഫെഡറസി പോലെയുള്ള ഗോത്ര ജനാധിപത്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വോട്ടവകാശമുള്ളതും സ്ത്രീകൾക്ക് വേണമെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ആളുകളെ തിരിച്ചു വിളിക്കാൻ അധികാരമുള്ളതും ആയിരുന്നുവെന്നും അത് മുതലാളിത്തം പറയുന്ന ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തെക്കാൾ കൂടുതൽ ശക്തമായ ജനാധിപത്യ ബോധമുള്ള സമൂഹങ്ങൾ ലോക ചരിത്രത്തിൽ നിലനിന്നിരുന്നു എന്നുമാണ് മാർക്സ് പറയുന്നത്. അതാണ് അദ്ദേഹം അതുപോലെ തന്നെ ഈ പൊതു ഉടമസ്ഥത എന്ന് പറയുന്നത് ലോകത്തെമ്പാടും സ്വകാര്യ സ്വത്ത് വരുന്നതിന് മുൻപുണ്ടായിരുന്നത് പൊതു ഉടമസ്ഥതയാണ്. അത് ഈ പ്രാകൃത കമ്മ്യൂണിസം എന്നുള്ള നിലവാരത്തിലല്ല. പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് ഫ്യൂഡലിസം ഉണ്ടായി, സ്ലേവറി ഉണ്ടായി, സ്ലേവറിയിൽ നിന്ന് ഫ്യൂഡലിസം ഉണ്ടായി, ആ തരത്തിലുള്ള രേഖീയ ചിന്തയല്ല അദ്ദേഹം പറയുന്നത്. ലോക ചരിത്രത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിലായി, രേഖീയമായിട്ടല്ല, വിവിധ കാലഘട്ടങ്ങളായി ഉയർന്നു വന്ന സ്വത്തിൻ്റെ ഒരു രൂപമാണ് പൊതു ഉടമസ്ഥത. ആ പൊതു ഉടമസ്ഥതയുടെ ചരിത്രം നമ്മൾ ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ മുതലാളിത്തവൽക്കരണം ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള പരിവർത്തനം. ഈ വേരാ സൊസൈലിച്ചിനുള്ള കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് മുതലാളിത്ത സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത്? മുതലാളിത്ത സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് ഫ്യൂഡൽ സ്വകാര്യ സ്വത്തിൻ്റെ മുതലാളിത്തവൽക്കരണമാണ്. ഫ്യൂഡൽ സ്വകാര്യ സ്വത്തിൻ്റെ മുതലാളിത്തവൽക്കരണമാണ്. അപ്പോൾ ഈ പൊതു ഉടമസ്ഥതയിലുള്ള സ്വത്തിനെ
നമ്മൾ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റുന്നതിന് ഇതിനെ വീണ്ടും സ്വകാര്യവൽക്കരിക്കേണ്ടതില്ല. സ്വകാര്യ സ്വത്താക്കിയിട്ട് പിന്നെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം നേരിട്ട് ഈ പൊതു ഉടമസ്ഥത എന്ന് പറയുന്ന സങ്കല്പത്തെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും എന്ന ഒരു ചരിത്രഘട്ടമുണ്ട്. ആ ചരിത്രഘട്ടം നമുക്ക് മിസ് ചെയ്തു പോയിരിക്കുന്നു. പക്ഷേ അങ്ങനെ മിസ് ചെയ്തിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ, ഇപ്പോൾ റഷ്യ പോലെയുള്ള പ്രദേശങ്ങളിൽ വൈ ഡോണ്ട് യു ട്രൈ ഔട്ട് ദിസ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിങ്ങൾക്കിത് പരീക്ഷിക്കാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വേരാ സസൂലോവിച്ച് ആവട്ടെ, ലെനിൻ ആവട്ടെ, പ്ലഗ്രോവ് ആകട്ടെ, സ്റ്റാലിൻ ആവട്ടെ, ആരും തന്നെ, ട്രോട്സ്കി ആവട്ടെ, ആരും തന്നെ മാർക്സിൻ്റെ ഈ വാക്കിന് ചെവി കൊടുത്തില്ല. അവർ കൂടുതലും ഈ പ്രോലിറ്റേറിയറ്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള റവല്യൂഷനാണ് വേണ്ടത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയും ആ വഴിക്ക് മുന്നോട്ട് പോവുകയുമാണ് ചെയ്തത്. അതേസമയത്ത് 1882 തന്നെ വളരെ കൃത്യമായി മാർക്സ് ഈ സസൂലിച്ചിനുള്ള മറുപടിയിൽ ഇങ്ങനെ മറ്റൊരു മാർഗം കൂടി റഷ്യയ്ക്ക് മുമ്പിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പ്ലഗ്രോവ് എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തർജ്ജിമയിൽ, അവതാരികയിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ്റെ ഒരു വങ്കാടായി മാറുന്നു എന്നാണ്. അപ്പോൾ മാർക്സിനെതിരെ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്താണ്? ഒന്ന്, അദ്ദേഹം യൂറോപ്പിലാണ് കമ്മ്യൂണിസം ഉണ്ടാവുക, സോഷ്യൽ വിപ്ലവം ഉണ്ടാവുക എന്ന് പ്രവചിച്ചു, നടന്നില്ല, പ്രവചനം തെറ്റി. 2, റഷ്യയിൽ സോഷ്യൽ റവല്യൂഷൻ നടക്കും എന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ തെറ്റി. ഈ 2 നിഗമനങ്ങളും അദ്ദേഹം നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് തന്നെ റഷ്യൻ വിപ്ലവത്തിനും വളരെ മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നു, ഒരുപക്ഷെ യൂറോപ്പിൽ വിപ്ലവം ആദ്യം നടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലം റഷ്യയാണ് എന്ന് അദ്ദേഹം പറയുന്നു. റഷ്യൻ വിപ്ലവം നടക്കുന്നതിനും 40 കൊല്ലം മുമ്പാണ് പറയുന്നത് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് യൂറോപ്പിലാണ് ആദ്യം വിപ്ലവം നടക്കാമെന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഞാനിത് അദ്ദേഹത്തിൻ്റെ കൃതികൾ വ്യാഖ്യാനിച്ച് പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ രചന വ്യാഖ്യാനിച്ച് പറയുന്നതല്ല, അദ്ദേഹം ചോദിച്ച സെൻറ്റൻസാണിത്. ഞാൻ എവിടെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നാണ്, യൂറോപ്പിലാണ് ആദ്യം വിപ്ലവം നടക്കാമെന്ന്. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടില്ലാത്ത പ്രവചനങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ പ്രവാചകനാക്കുകയും എന്നിട്ട് അദ്ദേഹം തെറ്റിപ്പോയ പ്രവാചകനാവുകയും ആണ് എന്ന് വിമർശിക്കുകയും ചെയ്യുന്ന വലതുപക്ഷ സമീപനമാണ് നമ്മൾ ചുറ്റും കാണുന്നത്. ഈ വലതുപക്ഷ സമീപനത്തിൻ്റെ ട്രാപ്പിൽ പലപ്പോഴും ഇടതുപക്ഷ ബുദ്ധിജീവികളും വീണു പോകാറുണ്ട്. അങ്ങനെയാണ് അവർ പലപ്പോഴും ഇതിൻ്റെ പ്രവചനം തെറ്റിയിട്ടുണ്ടാകാം, പക്ഷേ മാർക്സത്തിന് എന്തോ ഒരു സത്താപരമായിട്ട് നോക്കുമ്പോഴത്തേക്കും മാർക്സത്തിന് ഇനിയും വളരെ പ്രസക്തിയുണ്ട് എന്നൊക്കെ പറയുന്നത്. മാർക്സ് അങ്ങനെയുള്ള പ്രവചനങ്ങളുടെ ആളല്ല എന്ന് ഈ നരവംശാസ്ത്ര കുറിപ്പുകളിലും അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റു ചില കുറിപ്പുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. പിന്നെ ഒന്ന്, ഇന്ത്യ ചരിത്രത്തെ, അതായത് 7-ാം നൂറ്റാണ്ട് മുതൽ 1857 ഓഗസ്റ്റ് 2 വരെയുള്ള ഇന്ത്യ ചരിത്രത്തെ, 1857 ഓഗസ്റ്റ് 2 എന്ന് പറയുന്നത് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് സർക്കാരിലേക്ക്, രാജ്ഞിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ദിവസമാണ്. ആ ദിവസം വരെയുള്ള ചരിത്രം അദ്ദേഹം ക്രോഡീകരിച്ച് എഴുതിയിട്ടുണ്ട് പുസ്തകമായിട്ട്. നമ്മൾ വായിക്കുന്നില്ല. മറ്റ് പുസ്തകങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം എഴുതിയ ഒരു ക്രോണോളജിയാണ്. ആ കേരളത്തെപ്പറ്റി പോലും അതിനകത്ത് ഇതിൻ്റെ കുറച്ച് പ്രിൻസിപ്പാലിറ്റികളുടെ ഒരു സമുച്ചയമാണ് കേരളം എന്ന് പറഞ്ഞിട്ടൊരു പരാമർശം കേരളത്തെപ്പറ്റിയും അതിനകത്തുണ്ട്. അപ്പോൾ 7-ാം നൂറ്റാണ്ട് മുതൽ ഇത്രയും കാലമുള്ള ഈ മുഗൾ കാലഘട്ടം, അത് മുമ്പുള്ള കാലഘട്ടത്തെയൊക്കെയുള്ള ചരിത്രത്തെ വിമർശനാത്മകമായി ഇന്ത്യ ചരിത്രത്തെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന, അതിനെപ്പറ്റിയുള്ള കുറിപ്പുകളാണ്, ഈ കാലഘട്ടത്തിൽ എഴുതിയതാണ് കുറിപ്പുകൾ. അതിൽ അദ്ദേഹം നിലപാട് പാടെ മാറ്റുകയാണ്. ഉദാഹരണത്തിന് കൊളോണിയലിസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റിയതിനെക്കുറിച്ച് നരവംശാസ്ത്ര കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാറ്റിയതിനെക്കുറിച്ച് പാശ്ചാത്യ ചിന്തകർ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈജിപ്തിലും പിന്നെ അൾജീരിയയിലുമൊക്കെ ഫ്രഞ്ച് മൂലധനം, ഫ്രഞ്ച് കൊളോണിയലിസ്റ്റുകൾ അവിടുത്തെ ഭൂമി കവർന്നെടുക്കാൻ ശ്രമിക്കുന്നതും അതിന് 2 കാരണമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, ഈ സെറ്റിലേഴ്സിന് ഭൂമി കൊടുക്കാൻ വേണ്ടി അറബികളുടെ ഭൂമി കവർന്നെടുക്കുന്നു. രണ്ടാമത്, ഈ അറബികൾ ഇനി പിൽക്കാലത്ത് ഈ കൊളോണിയലിസ്റ്റിനെതിരെ സമരം ചെയ്യാതിരിക്കാൻ വേണ്ടി അവരുടെ സാമ്പത്തിക ശേഷി ഇല്ലാതാക്കാൻ അവരുടെ ഭൂമി കവർന്നെടുക്കുന്നു. ഇങ്ങനെ അപ്പോൾ അതായത് പുരോഗമനപരമായ റോള് കൊളോണിയലിസ്റ്റിനുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ആളാണിത് പറയുന്നത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ നിശിതമായ ചൂഷണത്തിന് വിധേയമാക്കുന്നത് ഇത്തരത്തിലുള്ള 2 ദുഷ്ടലാക്കുകളോടെയാണ്. ഒന്ന്, ഫ്രഞ്ച് സെറ്റിലേഴ്സിന് ഭൂമി കൊടുക്കാനും, മറ്റൊന്ന് ഇവരെ എക്കണോമിക്കലി വീക്കാക്കി ഇവരുടെ പിൽക്കാല പ്രതിരോധത്തെ തകർക്കാനുമാണ് എന്ന് മാർക്സ് പറയുന്നുണ്ട്. സമാനമായൊരു നിലപാടാണ് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം ഈ കുറിപ്പുകളിൽ എടുക്കുന്നത്. അതായത് ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇപ്പോൾ ബ്രിട്ടീഷുകാർ രോഹില്ലകളുമായിട്ട് നടത്തിയ യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിലദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കെന്താണ്? ഈ കൊളോണിയൽ പട്ടികൾ, നുഴഞ്ഞുകയറ്റക്കാർ, കൊള്ളക്കാർ, ഇൻഫിൽട്രേറ്റേഴ്സ്, റോബേഴ്സ്, ഡോഗ്സ് എന്നൊക്കെയാണ് അദ്ദേഹം ഈ കൊളോണിയലിസ്റ്റുകളെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ ചിലപ്പോൾ പരുഷമാവാറുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതേസമയത്ത് ഇന്ത്യൻ പട്ടാളക്കാരെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം റോഹല്ല റെബൽസ് എന്നാണ് പറയുക. ഈ മറ്റ് ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന നെഗറ്റീവായിട്ടുള്ള, ഇന്ത്യക്കാരെ പറയാനുള്ള നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ബ്രിട്ടീഷുകാർ നഗരങ്ങളൊക്കെ ഇങ്ങനെ ചാമ്പലാക്കിയിട്ട് പോകുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഈ റോഹല്ലകളുടെ നഗരം ഇടിച്ചു പൊളിച്ചിട്ട് അവർ പോകുന്നത്.
അങ്ങേയറ്റത്തെ മര്യാദഘട്ട യുദ്ധമാണ് ബ്രിട്ടൻ നടത്തുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ ഇന്ത്യക്കാരെ അദ്ദേഹം റബൽസ്, വിപ്ലവകാരികൾ, റബല്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്, നടത്തുന്നവരായിട്ടും ബ്രിട്ടീഷുകാരെ നുഴഞ്ഞുകയറ്റക്കാരായിട്ടും വേട്ടക്കാർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ കുറിപ്പുകളിൽ. അപ്പോൾ കൊളോണിയലിസത്തിൻ്റെ പുരോഗമനപരമായ പങ്കുണ്ട് എന്ന് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ അദ്ദേഹം അത്തരത്തിലൊരു പങ്കല്ല യഥാർത്ഥത്തിൽ കൊളോണിയലിസത്തിന് നിർവഹിക്കാനുള്ളത് എന്നും ഇത്തരം സമൂഹങ്ങളുടെ സ്വാഭാവികമായ ചലനാത്മകതയും വികാസവും തടസ്സപ്പെടുത്തുന്ന വളരെ നിഷേധാത്മകമായൊരു പങ്കാണ് കൊളോണിയലിസത്തിനുണ്ടായത് എന്നും ഉള്ള നിലപാടിലേക്ക് മാർക്സ് മാറുന്നത് ഈ നരവംശാസ്ത്ര കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഈ ജനാധിപത്യത്തിൻ്റെ നവസാമൂഹികതയുടെ ഇപ്പോൾ LGBTQ പോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന തരത്തിലുള്ളൊരു രാഷ്ട്രീയം അദ്ദേഹം ഈ കുറിപ്പുകളിൽ പറയുന്നുണ്ട്. സ്ത്രീ വിമോചനത്തെക്കുറിച്ച്, ജെൻഡർ റോളിനെ കുറിച്ചിട്ട് ഒക്കെയുള്ള വളരെ വിപ്ലവാത്മകമായ നിലപാടുകളിലേക്ക് മാർക്സ് മാറുന്നതും അദ്ദേഹത്തിൻ്റെ ഈ കൃതികൾ, ഈ നരവംശാസ്ത്ര കുറിപ്പുകൾ കാണാതെ അദ്ദേഹത്തിൻ്റെ മുൻകാല കൃതികളെ മാത്രം ആധാരമാക്കി പലരും നടത്തിയിട്ടുള്ള വിമർശനങ്ങളെ മരിക്കുന്നതിന് മുമ്പ് റദ്ദ് ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങിയത് എന്നുള്ള വലിയ ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് ഈ നരവംശാസ്ത്ര കുറിപ്പുകളിൽ നിന്ന് കിട്ടുന്നത്. അദ്ദേഹം വിമർശിക്കപ്പെടാനിടയുള്ള കാര്യങ്ങളെ അദ്ദേഹം മുൻകൂട്ടി കണ്ടതുപോലെ, അവസാന കാലത്ത് അദ്ദേഹം മുൻകൂട്ടി കണ്ടതുപോലെ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തെളിവുകൾ സഹിതം സൈദ്ധാന്തികമായി സ്ഥാപിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ശക്തമായൊരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ മെയിനെ വിമർശിക്കുന്നത് തന്നെ ഈ പ്രീസ്ലി ക്ലാസിനെയും ബ്രാഹ്മണരെയും കുറിച്ച് പറയുമ്പോൾ വളരെ മൃദുവായിട്ടാണ് ഈ മെയിനെ പോലുള്ള നരവംശാസ്ത്രജ്ഞരും പറയുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ്യ വ്യവസ്ഥയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് സതിയെപ്പറ്റി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില നിഗമനങ്ങൾ നടത്തുന്നുണ്ട്. സതി എന്ന് പറയുന്ന ആചാരമല്ല, അതൊരു ആചാരം മാത്രമാണ്, നിയമമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനൊരു ആചാരം ഉണ്ടായത്? അപ്പോൾ അതിന് അന്ന് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇതിന് സ്വത്തുടമസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഈ വിധവയുടെ സ്വത്ത്, അതായത് പാശ്ചാത്യർക്ക് മനസ്സിലാവില്ല സ്ത്രീകൾക്കുള്ള സ്വത്തവകാശം. ആ സമയത്ത് ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തിൽ നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലും മാട്രിലീനിയുടെ ഭാഗമായിട്ടും അല്ലാതെയും സ്ത്രീകൾക്ക് സ്വത്തവകാശമുള്ള ചില നിയമങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ അങ്ങനെ നിലനിന്നിരുന്ന സ്ഥിതിക്ക് ഈ സ്ത്രീയുടെ സ്വത്ത് ഭർത്താവിൻ്റെ കുടുംബത്തിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അതിന് മുമ്പുള്ളത് എന്താണ്? ഈ സ്ത്രീ പിഴച്ചു പോകുമെന്നുള്ളത് കൊണ്ട് കൊന്നുകളയുന്നു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ പൊതുവിലുള്ള ഒരു നിഗമനം. പക്ഷേ അതല്ല, അദ്ദേഹം പറയുന്നത് സ്വത്തുടമസ്ഥതയുമായി ബന്ധപ്പെട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, വളരെ വിദൂരത്തിരുന്ന് അദ്ദേഹം നടത്തുന്ന ഒരു നിഗമനമാണ്. പക്ഷേ ആ നിഗമനത്തെ കൂടുതൽ ചരിത്രപരമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പിവക്കിൻ്റെ ആണെങ്കിലും ലതാമണിയുടെയൊക്കെ ആണെങ്കിലും വിമർശനത്തിൽ ഈ മാർക്സ് നടത്തി ഈ നിരീക്ഷണം കടന്നു വരുന്നില്ല. കാരണം എന്താണ്? അവർ നരവംശാസ്ത്രക്കുറിപ്പുകൾ വായിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം വായിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എൻഗേജ് ചെയ്തേ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് കൃത്യമായൊരു നിലപാടാണ് മാർക്സ് ഈ സതിയുടെയും മറ്റും കാര്യത്തിൽ എടുക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്ത്രീകളെ അടിച്ചമർത്തുന്നത് പൊതുവിൽ തവിട്ട് പുരുഷന്മാരാണ് എന്നുള്ള ബ്രിട്ടീഷുകാരുടെ നിലപാടല്ല മാർക്സിനുള്ളത്, മറിച്ച് തവിട്ട് പുരുഷന്മാരല്ല ബ്രാഹ്മണ്യ വ്യവസ്ഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഡൈക്കോട്ടമിയുടെ, അതായത് തവിട്ട് മനുഷ്യൻ വെളുത്ത മനുഷ്യൻ എന്നുള്ള ഡൈക്കോട്ടമിക്ക് അപ്പുറത്ത് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ഒരു പങ്കിലേക്ക് കണ്ണു തുറന്നു വെക്കുന്ന ഒരു സമീപനം മാർക്സ് സ്വീകരിക്കുന്നുണ്ട്. ഇത് മാർക്സിന് ശേഷം അത്രയും ശക്തമായും അതിനേക്കാൾ വിപുലമായും സ്വീകരിച്ചത് അംബേദ്കറാണ്. അതിനിടയിൽ മറ്റൊരാൾ അതിൽ വന്നിട്ടില്ല. ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ ഇത്തരത്തിൽ വിമർശിക്കുന്ന മറ്റൊരു ചിന്തകൻ കടന്നു വന്നിട്ടില്ല. അപ്പോൾ മാർക്സ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നിരാകരിക്കപ്പെടേണ്ടതാണ് ഈ നരവംശാസ്ത്ര കുറിപ്പുകളുടെ പശ്ചാത്തലത്തിൽ. അദ്ദേഹം പറയുന്നത് അംബേദ്കർ പറഞ്ഞത്രയും സമഗ്രമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ആ വിദൂരത്തിരുന്നു കൊണ്ട് ഈ വ്യവസ്ഥയുടെ ഈ ചരിത്രം പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അധികാര വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നും അതിനെ വിമർശിക്കേണ്ടതുണ്ടെന്നും ഉള്ള ഉൾക്കാഴ്ചയിലേക്ക് മാർക്സ് എത്തുന്നു. അത് ഈ നമ്മളിപ്പോൾ കാര്യത്തിൻ്റെ ക്രക്സ് എന്നൊക്കെ നമ്മൾ പറയില്ല എന്ന പോലെ ഈ കാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വശത്തേക്ക് ചൂണ്ടുവിരൽ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ മാർക്സിൻ്റെ സമഗ്രമായൊരു പുനർവായനയ്ക്ക് സഹായിക്കുന്ന താണ് നരവംശാസ്ത്ര കുറിപ്പുകൾ. അപ്പോൾ ആ നരവംശാസ്ത്ര കുറിപ്പുകളെ ചരിത്രപരമായും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ അനുപൂരകമായും എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പോൾ പലരും പറയുന്ന പോലെ നരവംശാസ്ത്ര കുറിപ്പുകൾ വന്നതോടുകൂടി പഴയ മാർക്സ് മുഴുവൻ റദ്ദായിപ്പോയി, മൂലധനത്തിലെ മാർക്സ് റദ്ദായിപ്പോയി. അതൊരു തരം വളരെ വിഡിതപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരിക്കും അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ. കാരണം മൂലധനത്തിൽ മുതലാളിത്തത്തിൻ്റെ വിമർശനമാണ്. ഇന്ന് മുതലാളിത്തത്തിൻ്റെ വിമർശനമില്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? മുതലാളിത്തം വിമർശിക്കുന്നതിന് മാർക്സിൻ്റേതിനേക്കാൾ ഉയർന്ന ഒരു ചിന്താ പദ്ധതി ആരാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? ഇപ്പോൾ മാർക്സ് റിഡൻഡൻ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുതലാളിത്തത്തിലല്ലേ ജീവിക്കുന്നത്.
മുതലാളിത്തത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മുതലാളിത്തത്തെ എങ്ങനെയാണ് വിമർശിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് മുതലാളിത്തോടുള്ള വിമർശനം? നിങ്ങൾക്ക് മുതലാളിത്തോട് വിമർശനമില്ല, നിങ്ങൾ വലതുപക്ഷമാണ്, നിങ്ങൾക്ക് മുതലാളിത്തമാണ് ആവശ്യം, നിങ്ങൾ ഈ വ്യവസ്ഥയിൽ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത് മറ്റൊരു നിലപാടാണ്. അത് വലതുപക്ഷ നിലപാടാണ്. അവർക്ക് മാർക്സിസം ആവശ്യമില്ല. ഞാൻ പറയുന്നത് മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും മൂലധനം ആ രീതിയിൽ തള്ളിപ്പറയാൻ സാധിക്കുന്നില്ല. കാരണം മുതലാളിത്ത വിമർശനത്തിൻ്റെ ഏറ്റവും സമഗ്രമായ ചിന്താപദ്ധതി മൂലധനത്തിലുള്ളത്. പക്ഷേ ഈ മൂലധന വിമർശനം മാത്രം കൊണ്ട് സമഗ്രമായ പുനർസാമൂഹിക സൃഷ്ടി നടക്കാനിടയില്ല എന്നും, അങ്ങനെ മുതലാളിത്തത്തെ തകർത്തിട്ടുണ്ടെങ്കിൽ തന്നെയും പഴയ ഗോത്ര സാമൂഹിക ജീവിതത്തിൽ നിന്ന് കൂടിയുള്ള മൂല്യങ്ങൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം സ്വീകരിക്കേണ്ടതുണ്ട് എന്നും, അങ്ങനെ മനുഷ്യൻ്റെ ചരിത്രം, ബൗദ്ധിക മനുഷ്യൻ്റെ, ദൈക്ഷണിക മനുഷ്യൻ്റെ, ബൗദ്ധിക മനുഷ്യൻ്റെ, സാപ്പിയൻസിൻ്റെ ചരിത്രത്തിൽ നിന്ന് കൂടുതൽ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുന്ന ധാരകൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം, ഒരു മാർക്സിസ്റ്റ് രാഷ്ട്രീയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുമുള്ള ഉൾക്കാഴ്ചയാണ് മാർക്സ് നരവംശാസ്ത്രക്കുറിപ്പുകളിൽ നമുക്ക് തരുന്നത്. അതായത് മാർക്സിസത്തിനെ ഒരു അടഞ്ഞ വ്യവസ്ഥയാക്കുകയല്ല, മറിച്ച് മുൻപ് മാർക്സ് എഴുതിയതിനെയും കൂടി നമ്മൾ സ്വാംശീകരിച്ചുകൊണ്ട് അതിനെ വിപുലീകരിക്കാനും അതിനെ കൂടുതൽ പ്രശ്നവൽക്കരിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന പുതിയൊരു വഴിയാണ് നരവംശാസ്ത്രക്കുറിപ്പുകളിൽ മാർക്സ് തുറന്നിടുന്നത്. അതാണ് നരവംശാസ്ത്രക്കുറിപ്പുകളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ അത്തരം ഒരു പഠനത്തിന് സഹായകമാകുന്ന ഒരു ഗ്രന്ഥം തയ്യാറാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ നരവംശാസ്ത്രക്കുറിപ്പുകളിലെ കാൾ മാർക്സ് എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയത്.